3 വ്യക്തികൾ നാലാമതൊരാളോട് ഒരു കാര്യത്തിന് നോ എന്ന് പറയുകയാണ്. ശേഷം ഈ നാലാമൻ ഇതിലൊരാളോട് മാത്രം എന്തേ എന്ന് ചോദിച്ചുകൊണ്ട് അതിൻ്റെ കാരണം അന്വേഷിക്കാം. ഈ സംഭവം വളരെ വിചിത്രമായി തോന്നിയതുകൊണ്ട് തന്നെ ആ വ്യക്തി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ പേരോട് നോ എന്ന് പറയുകയാണ്. ആൻഡ് സർപ്രൈസിംഗ്ലി ഓൾമോസ്റ്റ് എല്ലാ തവണയും ഇതേ ചോദ്യമാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? മോസ്റ്റ് ഓഫൺ ഈ ചോദ്യത്തിൻ്റെ പിന്നിൽ 2 ഉദ്ദേശങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. നമ്പർ 1, അവരുമായി ഇത്രയും അടുപ്പമുള്ള വ്യക്തി എന്തുകൊണ്ടായിരിക്കും അവരോട് നോ എന്ന് പറഞ്ഞത് എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി. നമ്പർ 2, ആ വ്യക്തി ഒരു പാവത്താനായതുകൊണ്ട് അല്പം പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കാര്യം സാധിക്കാൻ പറ്റും എന്ന വിശ്വാസമുള്ളതുകൊണ്ട്. ദുർഭാഗ്യവശാൽ ഒട്ടുമിക്ക പ്രാവശ്യവും ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടാമത്തേതായിരിക്കും. എന്തെന്നാൽ ആ സമയത്ത് മനുഷ്യന് തൻ്റെ കാര്യം സാധിക്കണം എന്നതിനുപരി മനസ്സിൽ വേറെ ഒരു ചിന്തയും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി നോ പറയാൻ പറ്റാത്ത വ്യക്തികളെ ഇവരെന്നും മുതലെടുക്കാൻ ശ്രമിക്കും. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, നോ പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഞാൻ അവരെ ഫേസ് ചെയ്യും, അവരെന്നെപ്പറ്റി എന്ത് വിചാരിക്കും, സഹായിക്കാതിരുന്നാൽ അവർ പിണങ്ങിപ്പോവില്ലേ, എക്സെട്ര. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു കാര്യത്തിന് മാത്രമാണ് നമ്മൾ നോ എന്ന് പറയുന്നത്, അല്ലാതെ ആ വ്യക്തിയെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മുറിച്ച് മാറ്റുകയാണ്. ഇനി അവർ ഈ പേരും പറഞ്ഞ് നമ്മളെ വിട്ട് പോവുകയാണെങ്കിലും നോ പ്രോബ്ലം. ബിക്കോസ് ഇങ്ങനെയുള്ളവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ബന്ധങ്ങൾ നിലനിർത്തുന്നത്. ഇനി വളരെ ബോൾഡായി നമുക്കെങ്ങനെ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാം എന്നത് നോക്കാം. ഫസ്റ്റ്ലി, നോ എന്ന വാക്ക് വളരെ കോൺഫിഡൻ്റായി നമ്മൾ അവതരിപ്പിക്കണം. ഇതിനായി അവർ സംസാരിച്ച ശേഷം ഒരു 3 സെക്കൻഡ് ഗ്യാപ്പ് ഇടുക. എന്നിട്ട് നമ്മളുടെ മറുപടി വ്യക്തമാക്കുക. ഈ സൈലൻസ് നമ്മുടെ കോൺവെർസേഷന് ഒരു സീരിയസ് ടോൺ നൽകും. സെക്കൻഡ്ലി, നോ പറഞ്ഞ ശേഷം ഐ കോണ്ടാക്റ്റ് മെല്ലെ ബ്രേക്ക് ചെയ്യുക. അല്ലാത്ത പക്ഷം നമ്മൾ അവരുടെ വാലിഡേഷൻ തേടുന്നതായി തോന്നിപ്പിക്കുക. ഇനി അവർ ചോദ്യങ്ങൾ ചോദിച്ച് ശല്യപ്പെടുത്തുകയാണെങ്കിൽ, ഞാൻ നോ എന്ന് പറഞ്ഞല്ലോ, ഇനി അതും ഇതും ചോദിച്ച് സമയം കളയണ്ട എന്ന് പറഞ്ഞ് കോൺവെർസേഷൻ അവസാനിപ്പിക്കുക. എല്ലായ്പ്പോഴും നമ്മളുടെ കാരണങ്ങൾ വിശദീകരിക്കേണ്ട ഒരാവശ്യവുമില്ല.